ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ ടേസ്റ്റിയായ ചക്കര മാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് 3 പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും കുറച്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പാനിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി. അതിനുശേഷം വേറെ ഒരു പാനിൽ കുറച്ച് വെള്ളത്തിൽ ശർക്കര, വെള്ളമാണെങ്കിൽ അങ്ങനെ, ഞാൻ ജാഗരി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് മെൽറ്റായി എടുക്കുക. നല്ലപോലെ മെൽറ്റായതിനു ശേഷം നമുക്കത് തണുപ്പിക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഒരു മിക്സി ജാറിലിട്ട് കുറച്ച് വെന്തയും കൂടെ ഉലുവയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സെയിം പാനിൽ തന്നെ ആ ബാലൻസ് വന്ന നല്ലെണ്ണയിൽ നീളത്തിൽ കട്ട് ചെയ്ത മാങ്ങ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മാങ്ങ അരിയുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടി വേണം. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, 1 ടീസ്പൂണോളം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യമായ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടീസ്പൂണോളം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുറുകി വന്നതിന് ശേഷം മാറ്റി വെച്ച മാങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിയായ ചക്കര മാങ്ങ റെഡിയായിട്ടുണ്ട്. തണുത്തതിന് ശേഷം കഴിക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ കൂടെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.